അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് മാത്രമായിട്ടുള്ള കാര്യങ്ങൾ അതിൽ അള്ളാഹുവിനെ ഏകനാക്കുക. അള്ളാഹു ചെയ്യുന്നത് പോലെ മറ്റൊരാൾക്കും ചെയ്യാൻ കഴിയൂല. അള്ളാഹുവിന് നാമവിശേഷണങ്ങൾ ഉള്ളതുപോലെ മറ്റൊരാൾക്കും നാമവിശേഷണങ്ങൾ ഉണ്ടാവൂല. അള്ളാഹു ആരാധനകൾ അർഹിക്കുന്നത് പോലെ മറ്റൊരാളും ഒരു രീതിയിലും ആരാധന അർഹിക്കുന്നുമില്ല. തൗഹീദിന്റെ 3 ഇനങ്ങൾ അതും നമുക്ക് കടന്നുപോയതാണ്. തൗഹീദുർ റുബൂബിയ്യ, തൗഹീദുൽ ഉലൂഹിയ്യ, തൗഹീദുൽ അസ്മാഇ വസിഫാത്ത്. തൗഹീദുർ റുബൂബിയ്യ എന്താണ്? ഇഫ്റാദുല്ലാഹി ബി അഫ്ആലി, അള്ളാഹുവിന്റെ അഫ്ആലുകളിൽ അവൻ ഏകനാക്കുക, അള്ളാഹുവിന്റെ പ്രവർത്തികളിൽ അവൻ ഏകനാക്കുക. അള്ളാഹുവിന്റെ സൃഷ്ടിപ്പ്, അള്ളാഹുവിന്റെ പരിപാലനം, അള്ളാഹുവിന്റെ നിയന്ത്രണം, അള്ളാഹുവിന്റെ ഉടമസ്ഥാവകാശം, ഇതിലെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ഏകനാക്കുക. ഇതിൽ ആരും പങ്കുകാരില്ല. അവൻ എന്തെല്ലാം ചെയ്യുന്നോ അതിലൊന്നും ഒരു പങ്കുകാരും അവനില്ല. ഇതാണ് ഇഫ്റാദുല്ലാഹി ബി അഫ്ആലിഹി എന്ന് പറയുന്നത്. മറ്റൊരു താരീഫ് ഷെയ്ഖ് ഉസൈമീൻ റഹിമഹുള്ളാഹ്ക്ക് മുൻകഴിഞ്ഞു പോയ പണ്ഡിതന്മാരുടെ സംസാരം എടുത്തതാണ് ഇത്. തീർച്ചയായിട്ടും നമ്മൾ ഒരിക്കലും ഷെയ്ഖ് ഉസൈമീൻ പറയുന്നതെന്ന് പറയുമ്പോൾ അത് ഷെയ്ഖ് ഉസൈമീൻ തന്നെ പറഞ്ഞൊരു കാര്യമല്ല, മുമ്പുള്ള പണ്ഡിതന്മാർ പറഞ്ഞതിൽ നിന്ന് ഷെയ്ഖ് ഉസൈമീൻ എടുത്തിട്ടുള്ളതാണ്. അതെന്തായിരുന്നു? ഇഫ്റാദുല്ലാഹി ബിൽ മുൽക്കി വൽ ഖൽഖി വത്തദ്ബീർ, മുൽക്കിലും ഖൽഖിലും തദ്ബീറിലും അള്ളാഹുവിനെ ഏകനാക്കി. മുൽക്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതെല്ലാം ഉടമസ്ഥപ്പെടുത്തിയത് അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. എല്ലാം മനുഷ്യന്മാരപ്പോ കാര്യങ്ങൾ ഉടമസ്ഥപ്പെടുത്തുന്നില്ലേ? ഉണ്ട്, പക്ഷെ അത് നിസ്ബിയാണ്. ആ ഉടമസ്ഥപ്പെടുത്തലും അള്ളാഹുവിന്റെ അനുമതി പ്രകാരമാണ്. അത് അള്ളാഹു ഉദ്ദേശിച്ചത് കൊണ്ട് മാത്രമാണ് അത് അവന് ലഭിച്ചിട്ടുള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ അവനത് ലഭിക്കൂല. അതേപോലെ തന്നെ ഖൽഖ്, സൃഷ്ടിപ്പിൽ അള്ളാഹുവിനെ ഏകനാക്കുക, മറ്റൊരാളും സൃഷ്ടിക്കില്ല എന്ന് പറയാം. അതേപോലെ തന്നെ തദ്ബീർ, നിയന്ത്രണം, എല്ലാ കാര്യവും നിയന്ത്രിക്കുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ് എന്ന് നമ്മൾ വിശ്വസിക്കുക. ഇതാണ് തൗഹീദ് അർ റുബൂബിയ്യ. തൗഹീദുൽ ഉലൂഹിയ്യ, ആരാധനയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഏകനാക്കുക. ഇഫ്റാദുല്ലാഹി ബിൽ ഇബാദ, ഇബാദത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ഏകനാക്കുക. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ